സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്നത് മലയാള സിനിമയെ താങ്ങി നിർത്തുന്ന രണ്ടാളുകളാണ്. ഈ രണ്ടു പേർക്കൊപ്പം അഭിനയിച്ച, ജീവിച്ച, ഒരുമിച്ച് താമസിച്ച, ഒരുമിച്ച് ഭക്ഷണം കഴിച്ച, ഇവരുടെ സ്വകാര്യ നിമിഷങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയുന്ന, പരസ്പരം കൈമാറിയ ഒരു മനുഷ്യൻ ഇന്ന് വിട്ടുപോയി. നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ. നോക്കൂ, ദാസൻ വിജയൻ എന്ന് പറയുന്ന കഥാപാത്രം നിങ്ങൾ ഒരു കാരണവശാലും മറന്നിട്ടുണ്ടാവില്ല. അതിലത്തെ ഒരു മനുഷ്യനാണ് ഇരിക്കുന്നത്, കണ്ണീര് തുടയ്ക്കുന്നത്. തൊട്ടടുത്ത് ഈറനണിഞ്ഞ കണ്ണുമായിട്ട് ഒരുപക്ഷെ ആൾക്കൂട്ടത്തിലേക്ക് വരുമ്പോൾ ഇനി മാസ്ക് ധരിക്കേണ്ടത് ഒരു ആവശ്യകതയായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ വന്നിരിക്കുന്നു. ആ അസുഖത്തിന് ശേഷം അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അത്തരമൊരു സിറ്റുവേഷനിലേക്ക് വരുന്ന പല രീതിയിലുള്ള പല തരത്തിലുള്ള ആളുകളാണ് ആ ഒരു പ്രദേശത്തേക്ക് വരിക. അതുകൊണ്ട് തന്നെ മാസ്ക് ധരിക്കലൊരു ആവശ്യമാണ്. അവിടെ ക്യാമറ കാണാതെ എങ്ങനെയാണ് തൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീരിനൊന്ന് തുടച്ച് കളയുക എന്ന് പറയുന്ന ഒരു വലിയ ശ്രമത്തിലാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മോഹൻലാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നിൽക്കുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, ഇതൊരു ടഫായിട്ടുള്ള സിറ്റുവേഷനാണ് ഇവർക്ക് എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ശരിയാണ്, ഭയങ്കര അധികം ടഫായിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് അത്. നമുക്ക് അങ്ങനെ തന്നെ അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഈ സമയത്ത് ചില ആളുകളുണ്ടല്ലോ, ചില രാഷ്ട്രീയക്കാര് എന്തൊരു അശ്ലീലമാണെന്ന് അറിയാവോ? ഞാൻ അങ്ങനെ തന്നെയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീനിവാസ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അതിൽ ചില കോൺഗ്രസ്സുകാരുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, ശ്രീനിവാസൻ ഒരുപക്ഷെ മലയാളി സിനിമ കാണാൻ തുടങ്ങിയ ഒരു കാലഘട്ടം മുതൽ ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന കുറേ കഥാപാത്രങ്ങൾ നമുക്ക് തന്നു പോയ മനുഷ്യനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെല്ലാം നമ്മൾ സാധാരണ മലയാളികൾ, ഒരു മധ്യവർത്തി മലയാളി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സാധാരണ മലയാളി വേഷങ്ങൾ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ പറയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് VD സതീശനൊന്ന് കാണാം. ആ താത്വികമായ വിശകലനം എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാ എപ്പോഴും എനിക്ക് തോന്നി ശ്രീനിവാസനെ ഒന്ന് സെല്യൂട്ട് ചെയ്യണം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ശ്രീനിവാസൻ പണ്ട് ശങ്കരാചാര്യത്തിനോട് അതാണ്. എന്റെ സുഹൃത്തുക്കളെ, എന്താണ് ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത്? നോക്കൂ, ശ്രീനിവാസൻ എന്ന് പറയുന്ന ആ ഒരു മഹാനടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഒരു നമ്പർ 1 തിരക്കഥാകൃത്ത്. ഇദ്ദേഹമൊക്കെ ഉണ്ടാക്കി വെച്ച ഡയലോഗുകളൊക്കെ നമ്മൾ ഇപ്പോഴും പറയും. എടാ ദാസ, വിജയ, എത്ര നടക്കാത്ത, എത്ര സുന്ദരമായ സ്വപ്നം എന്നൊക്കെ പറയുന്ന ഒരുപാട് ഡയലോഗുകൾ ഈ ചെങ്ങാതി എഴുതി വെച്ച് പോയിട്ടുണ്ടെന്നേ. കാലങ്ങളോളം നമ്മൾ മലയാളികൾക്ക് പല സമയത്തും ഉപയോഗിക്കാനുള്ള ഡയലോഗുകൾ ശ്രീനിവാസൻ എന്ന് പറയുന്ന മനുഷ്യൻ തിരക്കഥയിൽ കൂടി എഴുതി വെച്ച് പോയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ അനുസ്മരിക്കാൻ പലവിധ സംഗതികളെടുക്കെ. നോക്കൂ, ഈ സമയത്തും, ഈ ഒരു മരണസമയത്തും, ദുർഘാത്രയെ എടുക്കുന്ന ഈ ഒരു സമയത്തും VD സതീശന് എനിക്ക് തോന്നിപ്പോയ സംഗതി ഒരു ചൊല്ലലാണ്. പണ്ടത്തെ ഒരു ചൊല്ലലുണ്ട്. ആ ചൊല്ലൽ ഇങ്ങനെയാണ്: ക്ഷീരമുള്ളൊരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയും. നല്ല പാലുള്ള പശുവിന്റെ അകിട്ടിലും കൊതുവിന് വേണ്ടത് ചോര മാത്രമാണ്, പാലൊന്നും വേണ്ട. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം. അങ്ങനത്തെ ഒരു കൊതുകായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ തോന്നുന്നത്. എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാ എപ്പോഴും എനിക്ക് തോന്നി ശ്രീനിവാസനെ ഒന്ന് സെല്യൂട്ട് ചെയ്യണം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ശ്രീനിവാസൻ പണ്ട് ശങ്കരാചാര്യത്തിനോട് അത് അവതരിപ്പിച്ചത്. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായി. അവരെ തോൽപ്പിക്കാൻ. ഇതിനൊപ്പം ഏറ്റവും അശ്ലീലമായി എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, മാതൃഭൂമിയാണ് ഇതെങ്ങനെ എഡിറ്റ് ചെയ്ത് ഇറക്കിയത് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ഈ ശ്രീനിവാസൻ ചെയ്ത ഡയലോഗുകൾ വെച്ചുള്ള സംഗതികളൊക്കെ അടിച്ചിറക്കി. അത് ചിത കത്തി തീർന്നിട്ട് പോലുമില്ല സുഹൃത്തുക്കളെ, അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല. ഈ ഒരു സമയത്തും ഇങ്ങനത്തെ ഒരു വീഡിയോ ഇറക്കാൻ മാതൃഭൂമി പോലുള്ള ആളുകൾ ശ്രമിക്കുന്നത് കോൺഗ്രസിന് കൊട പിടിക്കില്ല എന്നുള്ളതാണ്. എന്തൊരു അശ്ലീലമാണ്. ഈ സമയത്ത് ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ശരി, VD സതീശൻ അദ്ദേഹം അങ്ങനത്തെ ഒരു വങ്കത്തരങ്ങളൊക്കെ പറയുന്നൊരു മനുഷ്യനാണ്. കേരളത്തിൽ ഒരു വികസനം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ അടിയുറച്ച് പറഞ്ഞിട്ട് ഒരാളാണ്. അപ്പൊ അയാൾ ഇങ്ങനത്തെ കുറെ വങ്കത്തരൊക്കെ പറയും. അതിനിങ്ങനെ ആ ഡയലോഗുകളൊക്കെ തപ്പിപ്പിടിച്ചിട്ട് എഡിറ്റ് ചെയ്ത് ഇറക്കാനുള്ള മാതൃഭൂമിയുടെ ഒരു ചങ്കൂറ്റുണ്ടല്ലോ. അതിന് ചങ്കൂറ്റം എന്നല്ല പറയേണ്ടത്, അതിന് അശ്ലീലത്തരം എന്നാണ് പറയേണ്ടത്. അത് അവർ ചെയ്തു കളഞ്ഞല്ലോ എന്നതാണ്. നോക്കി, ഈ സമയത്തും എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടി ഒന്ന് കുത്തുക, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ സമയത്തും എങ്ങനെയൊന്ന് കുറ്റം പറയുക എന്നത് മാത്രമാണ് VD സതീശന്റെ ശ്രദ്ധ കേട്ടോ. ആ താത്വികമായ വിശകലനം
എത്ര ദീർഘവീക്ഷത്തോടു കൂടിയാ എപ്പോഴും എനിക്ക് തോന്നി ശ്രീനിവാസനെ ഒന്ന് സെല്യൂട്ട് ചെയ്യണം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ് ആ ശ്രീനിവാസൻ പണ്ട് ശങ്കരാചാര്യത്തിനോട് അത് അവതരിപ്പിച്ചത്. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? അവരെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്നവരെ ബോധ്യപ്പെടുത്താനാണ് ഏറ്റവും വലിയ പാട്. ഞാനത് പറഞ്ഞപ്പോ നിങ്ങൾ ചിരിച്ചില്ലേ? ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലോ തോറ്റത്. മനസ്സിലായതല്ല, ഇത് പഴയ രീതിയാണ്. എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് നോക്കൂ, ഈ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് CPM കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ നിൽക്കുന്നത്. ഇയാൾ ശ്രീനിവാസനെ എന്താ പറയുക, ആദ്യത്തെ മരണത്തിൽ ഒരു വിഷമം പറയുക, അല്ലെങ്കിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകളെ കുറിച്ച് സംസാരിക്കുക, അയാൾ എന്താണ് സിനിമ എന്ന് പറയുന്ന മേഖലയ്ക്ക് കൊടുത്ത സംഭാവനയെ കുറിച്ച് സംസാരിക്കാം, അദ്ദേഹത്തിന് തിരക്കഥാ സംഭാവനകളെ കുറിച്ച് സംസാരിക്കാം, അദ്ദേഹം ഇവിടെയുള്ള നമ്മുടെ സാംസ്കാരിക മേഖലയുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ച് സംസാരിക്കാം. ഒന്നും സംസാരിക്കാൻ VD സതീശനില്ല. അപ്പോഴും CPM-നിട്ട് ഒന്ന് കുത്തണം, അതിനപ്പുറത്തേക്ക് ഒരു സംഗതിയില്ല. പറഞ്ഞാലെന്താ ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? ഉത്തമം ഉണ്ടാതിരി. ഇത് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാധവൻ ചെയ്തത്. ഇനി ഇത് ഒന്നും പറയാത്ത കുറച്ച് കാര്യങ്ങളാണ്. എന്താണ് ശ്രീനിവാസൻ എന്നുള്ളതാണ്. ഒരുപക്ഷെ VD സതീശൻ, പ്രിയപ്പെട്ട VD സതീശൻ ചേട്ടാ, താങ്കളൊക്കെ ഇപ്പൊ പറയേണ്ടത് VD സതീശൻ ചേട്ടനോടാണ് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന കുറെ ആളുകളോടാണ് പറയുന്നത്. ശ്രീനിവാസൻ നമ്മുടെ മധ്യവർത്തികളായിട്ടുള്ള മധ്യവർഗ ജീവിതത്തിന്റെ കുറെ ഒരു പ്രതിഫലനായിരുന്നു. അദ്ദേഹം ചെയ്തിട്ടുള്ള വേഷങ്ങളൊക്കെ, അല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള വേഷങ്ങളെല്ലാം ഒരിക്കലും ഒരു ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഒരു എലൈറ്റ് ഗ്രൂപ്പിന്റെ കഥകളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ഒരു രഞ്ജിത്ത് ആയിരുന്നില്ല ശ്രീനിവാസൻ. അസൂയുള്ള, ഒരല്പം കുന്നായ്മയുള്ള, കുറച്ച് ദേഷ്യമുള്ള, പക കാത്തു സൂക്ഷിക്കുന്ന, അമ്മായിമ്മ പോലുള്ള അങ്ങനെയുള്ള കുറേ കഥാപാത്രങ്ങൾ നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പറിച്ചെടുത്ത് കൊണ്ടുപോയ കുറേ പേജുകൾ അദ്ദേഹം അങ്ങനെ ഒരു സിനിമയാക്കി നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുമ്പോൾ ഇതൊക്കെ നമുക്ക് പരിചയമുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു അവസരം നമ്മൾ പോയിട്ടുണ്ടല്ലോ. നോക്കൂ, TP ബാലഗോപാലൻ M എന്ന് പറയുന്ന പഴയ മോഹൻലാൽ ലാലിസം സിനിമകളൊക്കെ നോക്കി നോക്കൂ. നമ്മുടെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, ജോലിയില്ല, വീടിലെ പ്രശ്നങ്ങൾ, കേസുകൾ, പറമ്പ് നഷ്ടപ്പെട്ടു പോവുക, പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കണം, ആങ്ങളമാരുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരുപാട് അന്നത്തെ പ്രണയങ്ങൾ, പൊന്മുട്ടിരുന്ന താറാവ് സിനിമ ഒക്കെ ഒന്ന് നിങ്ങളും കാണും, അപ്പോഴാണ് മനസ്സിലാവുക. അങ്ങനെ നമ്മളെ ജീവിതവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ നമുക്ക് തന്നുള്ള ഒരു മനുഷ്യനാണ് ആ പോയി കിടക്കുന്നത്. നമ്മുടെ സിനിമാ പരിസ്ഥിതി ഒരു മനുഷ്യൻ ഇല്ലാണ്ടാവുകയാണ്. ഒരുപാട് കഥാപാത്രങ്ങൾ, കഥകൾ, ഇനിയും നമുക്ക് സംസാരത്തിനിടയ്ക്ക് പറഞ്ഞു ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഡയലോഗുകളൊക്കെ തന്നിട്ടാണ് ചെങ്ങാതി പോകുന്നത്. അദ്ദേഹത്തിനൊരു മനസ്സുകൊണ്ട് റെസ്റ്റ് ഇൻ പീസ് എന്നുള്ളൊരു വാക്ക് പോലും പറയാൻ നിൽക്കാതെ ഈ സമയത്തും CPM-നെ കുത്താൻ വേണ്ടി അടക്കുന്ന VD സതീശൻ പോലുള്ള ആളുകളൊക്കെ നമ്മൾ എന്ത് പറയണം? നല്ല നമസ്കാരം. ബൈ.